നമസ്കാരം. ദൂരെയെങ്ങാണ്ട് ഒരു പുഴയുണ്ടെന്ന് കരുതി ഇപ്പോഴേ മുണ്ട് മടക്കി കുത്തണോ എന്ന് ചോദിച്ചതുപോലെ പുഴയ്ക്കക്കരെയുള്ള നായി കുരയ്ക്കുന്നു. കെട്ടിയിട്ട നായാണ്. എങ്ങാനും ആ ചങ്ങല പൊട്ടുകയോ അല്ലെങ്കിൽ പുഴയിലെ വെള്ളം പെട്ടെന്ന് വറ്റുകയോ ചെയ്താൽ ഓടണ്ടേ അല്ലെങ്കിൽ വടിയെടുക്കണ്ടേ എന്ന് പറയുന്നത് പോലെ എങ്ങാനും CPM ഇടതുപക്ഷമോ ജയിച്ചാൽ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുമല്ലോ. അതിന് ഉള്ള വെട്ട് ഇപ്പോഴേ താങ്ങിക്കഴിഞ്ഞു. അവരെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി വേറെ ചില മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു. മട്ടന്നൂർ അല്ലെങ്കിൽ തനിക്ക് വേറെ മണ്ഡലം വേണ്ട, താൻ മത്സരിക്കുന്നില്ല എന്ന് കെ ശൈലജ പറയുന്നു. കേരളത്തിൽ 2021 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തിയാണ് കെ ശൈലജ. അവരെ മന്ത്രിയാക്കിയില്ല പോട്ടെ, അവർ ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കോവിഡ് കാലമായിരുന്നു. ഇവർക്ക് അല്പം ശ്രദ്ധ കിട്ടും എന്ന് കരുതി ഇവരെ ഒരു മൂലക്കിരുത്തിക്കൊണ്ട് പിന്നീട് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങൾ പിന്നീടുണ്ടായി. ആ പത്രസമ്മേളനങ്ങൾ മറ്റൊരു മാധ്യമത്തിന് വേണ്ടി ദിവസങ്ങളോളം ഞാനും പങ്കെടുത്ത് PRDയിൽ നിന്ന് കവർ ചെയ്തിരുന്നു. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പം വെട്ടേണ്ടവരെ എങ്ങനെ വെട്ടണം എന്ന് നന്നായിട്ട് അറിയാം. VS അച്യുതാനന്ദനെ പലയിടത്തായി വെട്ടിയതും പിന്നീട് മലമ്പുഴയിൽ മത്സരിപ്പിച്ചതും നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ കായംകുളത്ത് പ്രതിഭ സർക്കാരിനെതിരെ നേരിട്ട് പറയുന്നില്ല എങ്കിലും പ്രതിഭ പലപ്പോഴും പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നതിലൊക്കെ തന്നെ ചില ഒളിയമ്പുകൾ ഉണ്ട്. അതുകൊണ്ട് പ്രതിഭയും ഒരു വശത്തേക്ക് മാറ്റി നിർത്തി അവരെയും ഈ 2 ടേമായി ഇനി മത്സരിപ്പിക്കേണ്ട എന്നുള്ള ധാരണയിൽ മുമ്പോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രിക്ക് മാത്രം അതൊന്നും പ്രശ്നമല്ല. അദ്ദേഹം ധർമ്മടത്ത് 3-ാം തവണയും വേണമെങ്കിൽ 4-5 തവണയും മത്സരിക്കും. ഇതിനകത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ കഴിവുള്ളവനെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിര് വരുന്നു എന്ന് കണ്ടതുകൊണ്ട് AK ബാലനെയൊക്കെ നേരത്തെ ഒതുക്കിയ കൂട്ടത്തിലുള്ളതാണ്. തോമസ് ഐസക്, G സുധാകരൻ ഇവരൊക്കെ ഒതുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളതാണ്. കോട്ടയത്ത് സുരേഷ് കുറുപ്പ് അദ്ദേഹം മത്സരിക്കും എന്നൊരു ചെറിയ ശ്രുതി ഉണ്ടായിരുന്നു. കാരണം അനിൽകുമാർ മത്സരിച്ചാൽ എന്തായാലും തിരുവഞ്ചൂരിനോട് തോക്കും. അതുകൊണ്ട് സുരേഷ് കുറുപ്പ് മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോട്ടയം പിടിക്കണമെങ്കിൽ കുറുപ്പ് വരണം എന്നുള്ള ചില ചർച്ചകളും മറ്റു കാര്യങ്ങളും കോട്ടയം ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറുപ്പിനെ മത്സരിപ്പിക്കും എന്ന് തോന്നുന്നില്ല. അനിൽകുമാർ തന്നെയായിരിക്കും കോട്ടയത്ത് മത്സരിക്കുന്നത്. ഇത്തരത്തിലാണ് CPM ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമ്മളിത് പല പ്രാവശ്യം ചെയ്തു. ഇവിടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതും ആൾക്കാരെ കൃത്യമായി വെട്ടിനിരത്തി ജയസാധ്യത ഉള്ളവരെ മാറ്റി നിർത്തി വേണമെങ്കിൽ സ്വന്തം ആൾക്കാരെ മത്സരിപ്പിക്കുന്നു. അതുപോലെ CPM ആൾക്കാർ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ള വാർത്തകളും ഒക്കെ നമ്മൾ വിശകലനം ചെയ്തിരുന്നു. വെറുതെ അല്ല ഈ പാർട്ടി ഇങ്ങനായി പോകുന്നത്. ബംഗാളിലും ത്രിപുരയിലും ഒക്കെ തന്നെ ഇതിന്റെ മറ്റൊരു മുഖമാണ് സംഭവിച്ചത്. എന്നാൽ പോലും ജനങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം ഉള്ളിലെ വെട്ടും കുത്തും. അപ്പോൾ സഖാക്കളും ഓട്ടോമാറ്റിക് ആയിട്ട് അകലും. കണ്ണൂര് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. കണ്ണൂർ പയ്യന്നൂർ മേഖലയിൽ കുഞ്ഞികൃഷ്ണനൊപ്പമാണ് ഭൂരിഭാഗം സഖാക്കൾ. അതുപോലെ കണ്ണൂരിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ മട്ടന്നൂരാണെങ്കിൽ തന്നെ ശൈലജ ടീച്ചറിന്റെ പേരെ അവർ പറയും. അവർക്ക് ടീച്ചർ അല്ലെങ്കിൽ വേറൊരാൾ മത്സരിക്കില്ല. അവർക്ക് കുറെ പേരൊക്കെ വോട്ട് ചെയ്യുമായിരിക്കും. അരിവാളിന് കുത്തി ശീലമുള്ളത് കൊണ്ട് അവർ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ അതൊന്നും ഒരിക്കലും അത് പാർട്ടിയുടെ വളർച്ചയ്ക്കോ പാർട്ടിയുടെ ജനഹിതത്തിനോ ഉപകരിക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും അവനവനെതിരെ നിൽക്കുന്നവരെയൊക്കെ തന്നെ വെട്ടിനിരത്തും. അത് എങ്ങനെയെങ്കിലും ഒക്കെ നിരത്തും. അതിപ്പോൾ ആരായാലും ശരി. അല്ലെങ്കിൽ അവനവന്റെ വേണ്ടപ്പെട്ടവർ മന്ത്രി ആക്കണം. ഒന്നാമത്തെ പ്രാവശ്യം MLA ആയപ്പോൾ തന്നെ മന്ത്രിയാവാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയുണ്ടല്ലോ. അദ്ദേഹം ബേപ്പൂര് മത്സരിക്കുന്നുണ്ട്, മരുമകനാണ്. അപ്പം അതുപോലെ സ്വന്തക്കാരെ ആരെങ്കിലും ഒക്കെ വേണ്ടപ്പെട്ടവരെയൊക്കെ തന്നെ അടുത്ത പ്രാവശ്യം എങ്ങാനും ജയിച്ചാൽ, ഞാനതും പറയുന്നുണ്ട് കേട്ടോ, ആദ്യമേ പറഞ്ഞു, എങ്ങാനും ജയിച്ചാൽ മന്ത്രിയാക്കേണ്ടി വരും. അപ്പം സീനിയറായ ആൾക്കാരെ മറികടന്നൊക്കെ എങ്ങനെ ഇവരെ മന്ത്രിയാക്കുന്നത്? അതുകൊണ്ട് സീനിയറായ ആൾക്കാരെയൊക്കെ തന്നെ ഒതുക്കി മാറ്റി നിർത്തി മത്സരിപ്പിക്കാതിരുത്തി അല്ലെങ്കിൽ മത്സരിച്ചാൽ തന്നെ തോപ്പിച്ച് ഒക്കെ മുമ്പോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ CPM രാഷ്ട്രീയം. കേരള രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നില്ല, CPM രാഷ്ട്രീയം. CPMന്റെ രാഷ്ട്രീയ അപജയം, അധപ്പതനം ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പം ടീച്ചറുടെ കാര്യം തീരുമാനമായി, പ്രതിഭയുടെ കാര്യം തീരുമാനമായി, സുരേഷ് കുറുപ്പിന്റെ കാര്യം തീരുമാനമായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം മത്സരിക്കുമോ, സജീവ രാഷ്ട്രീയത്തിൽ വരുമോ എന്നുപോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രത്യേക ശ്രേണിയിൽപ്പെട്ട ആളുകളെയൊക്കെ തന്നെ സൈഡിലാക്കി നിർത്തിക്കൊണ്ട് അതിശക്തമായി ഉടൻ തന്നെ സ്ഥാനാർത്ഥി പട്ടികയും അതിന്റെ വിശദ വിവരങ്ങളും പുറത്തുവരും. നമുക്ക് നോക്കാം.